ഇപ്പോൾ ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് അപ്പോൾ സംഭവം ഇങ്ങനെയാണ്. SITയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പാലക്കാട് കുന്നത്തൂരുള്ള ഫ്ളാറ്റിലേക്ക് ഈ നടിയുടെ പോളോ കാർ വരുന്നു. ആ പോളോ കാറിൽ അല്പസമയത്തിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഈ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയാം. ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കെയർടേക്കറെ സ്വാധീനിച്ച CCTV ദൃശ്യങ്ങൾ നീക്കം ചെയ്തു. കാരണം താൻ രക്ഷപ്പെട്ടത് ഈ ചുവന്ന പോളോ കാറിലാണ് എന്നറിഞ്ഞാൽ ആ പോളോ കാറിന്റെ ഉടമ ഒരു നടിയാണ്. അത് ആ നടിയിലേക്ക് ചെന്നെത്തും സ്വാഭാവികമായും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത്. അതിനുശേഷം നടിയുടെ കാറ് മാറ്റി വേറൊരു കാറിലാണ് പാലക്കാട് ജില്ല കടന്നിരിക്കുന്നത്. ഈ നടിയുടെ കാർ സൂക്ഷിച്ചതാവട്ടെ പാലക്കാട് ജില്ലയിലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവാണ് എന്നാണ് ഇപ്പോൾ ഇക്ബാൽ അറക്കൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹരിയുണ്ട്. ഹരി, ഈ അന്വേഷണ സംഘം വലിയ തെരച്ചിലിലാണ്. വല വിരിച്ചിട്ടുണ്ട് പലയിടങ്ങളിലും, പക്ഷേ കുടുങ്ങുന്നില്ല. കുടുങ്ങാത്തതോ കുടുക്കാത്തതോ എന്ന ചോദ്യമാണ് ഇപ്പോൾ സമൂഹത്തിൽ ഉയരുന്നത്. നാളെയാണ് മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നത്. അതുവരെ ഇയാൾ ഒളിവിൽ കഴിയുന്നുവെന്ന പ്രതീതി ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് പ്രതിരോധത്തിലാകുമല്ലോ സ്വാഭാവികമായും. ഒളിവിൽ കഴിയുന്ന ഒരു MLA കുറിച്ചുള്ള ചോദ്യങ്ങൾ എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും ഉണ്ടാവും. അപ്പോൾ ഇയാളെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? പൊള്ളാച്ചിയിലും കോയമ്പത്തൂരിലും ഒക്കെ ഇയാൾ ഒളിവിൽ കഴിഞ്ഞു എന്ന മട്ടിലുള്ള ചില വാർത്തകൾ വരുന്നുണ്ട്. ഹരി, അരുൺ, തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം 2 ദിവസമായിട്ട് തന്നെ സജീവമായി നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, കോയമ്പത്തൂരിൽ ഇപ്പോഴും ഒരു സംഘം തുടരുന്നുണ്ട്. അങ്ങോട്ടേക്ക് കൂടുതൽ പോലീസുകാർ പോയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഷാഡോ പോലീസ് ടീം പോയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. അതായത് അന്വേഷണ സംഘത്തിന്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് വ്യാഴാഴ്ച രാത്രി അതുപോലെ തന്നെ വെള്ളിയാഴ്ച പകൽ ഈ സമയങ്ങളിലൊക്കെ തന്നെ പൊള്ളാച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പൊള്ളാച്ചിയിലാണ് രാഹുൽ ഉണ്ടായിരുന്നത് എന്നടക്കമുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പക്ഷെ പിന്നീട് പൊള്ളാച്ചിയിൽ നിന്നും കടന്നു കളഞ്ഞു, അവിടെ നിന്നും ഒളിച്ചോടി എന്നുള്ളതാണ് പോലീസിന് ലഭിച്ച വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ അന്വേഷണം നടത്തിയ സമയത്ത് കോയമ്പത്തൂരിലാണോ രാഹുൽ, അങ്ങനെ ഒരു സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായിട്ടുള്ള അന്വേഷണം പരിശോധനയൊക്കെ തന്നെ നടക്കുന്നത്. അവിടെ ലോക്കൽ പോലീസിന്റെ സഹായം കൂടി തേടിയിട്ടാണ് ഈ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ എവിടെയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഏറെക്കുറെ സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങൾ, അതായത് രാഹുൽ ഉള്ള സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഈ മാറി മാറി പോകുന്നുണ്ടോ എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ, അതായത് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം പല സ്ഥലങ്ങളിലും പരിശോധന നടത്തും. പക്ഷെ പരിശോധന നടത്തിയ ശേഷം അവിടെ രാഹുൽ ഇല്ല എന്ന് ബോധ്യപ്പെടും. പക്ഷേ കോയമ്പത്തൂറും വിട്ട് പോയിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്. കാരണം 2 ദിവസമായി അവിടെ പോലീസ് സംഘം തമ്പടിച്ചിട്ടുണ്ട്. മാത്രമല്ല മിനിഞ്ഞാന്ന് രാത്രിയോടുകൂടി അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ അവിടെ നടത്തിയ പരിശോധന, ചില കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പരിശോധന, ആ പരിശോധനയിൽ രാഹുലിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നിപ്പോൾ മറ്റു ചില വിവരങ്ങൾ കൂടി രാവിലെ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് കൂടുതൽ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കാരണം നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ അതിനു മുൻപേ അറസ്റ്റ് എങ്ങനെയെങ്കിലും രാഹുലിനെ കണ്ടെത്തുക, കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പോലീസുകാരെ അങ്ങോട്ടേക്ക് അയക്കുകയും കൂടുതൽ പോലീസുകാരെ പരിശോധനയ്ക്കായി വിനിയോഗിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് SIT എത്തിയിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ADGPയുടെ നേതൃത്വത്തിൽ ഒരു യോഗവും കൂടി നടന്നിരുന്നു. ആ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില നിർണായക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുമുണ്ട്. രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ രാഹുലിനെ അങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കട്ടെ എന്നുള്ള നിലപാടിലായിരുന്നു. പക്ഷെ പിന്നീടാണ് രാഹുൽ ഇനിയും ഒളിവിൽ തുടരുന്നത് വലിയ തിരിച്ചടിയാകുമെന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് എത്തുകയും ഈ അന്വേഷണ സംഘം വ്യാപക പരിശോധന തുടങ്ങുകയും ചെയ്തത്. അരുൺ, താങ്ക് യു.